കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു 15-കാരി പെൺകുട്ടിയും ഒരു 42-കാരനായ പുരുഷനും ഒരുമിച്ച് തൂങ്ങി മരിച്ചു നിൽക്കുന്നത് ആയി കാണപ്പെട്ടു. ഇവരെ ഏതാണ്ട് ഒരു മാസത്തോളം മുമ്പ് കാണാതായതാണ്. എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 15-കാരിയെ കാണാതായതിന് പരാതി വീട്ടുകാർ കൊടുക്കുന്നു. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു അതേ ദിവസം തന്നെ ഈ 42 വയസ്സുകാരനെ അവിടുന്ന് കാണാനില്ല. അപ്പോൾ ഏതാണ്ട് അവർക്ക് ഉറപ്പായി ഇവർ ഒരുമിച്ച് പോയിട്ടുള്ളതാണെന്ന് ഉറപ്പായി. ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോഴി ഫാമുണ്ട്, ഇത് ഇവരുടെ വീടിനടുത്ത് തന്നെ. അപ്പോൾ അവിടെ അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് കാറും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഈ കുട്ടിയെ കാറിനകത്തൊക്കെ കയറ്റിക്കൊണ്ടൊക്കെ പോയി അമ്പലങ്ങളിലൊക്കെ ദർശനത്തിനും അതിനുമൊക്കെ കൊണ്ടുപോകും. ഇയാൾക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ വീട്ടുകാർ തമ്മിൽ വലിയ അടുപ്പമാണ്. അതായത് 42-കാരൻ്റെ വീട്ടുകാരും ഈ 15-കാരിയുടെ വീട്ടുകാരും തമ്മിലും വളരെ സൗഹൃദത്തിലും ബന്ധത്തിലുമാണ്. അപ്പോൾ അവർക്കൊന്നും ഇതിനൊന്നും എതിർപ്പൊന്നുമില്ല. അപ്പോൾ വഴിവിട്ട ബന്ധമൊന്നുമില്ല. അത് അവർ സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത് എന്നാണ് പുറത്തൊക്കെ ഇവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ചൈൽഡ് ലൈനിന് മുമ്പ് ഇതിനെക്കുറിച്ചൊരു പരാതി വന്നു. ഈ കുട്ടിക്കും ഇയാളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയായി. അവിടെ ഇവരെല്ലാം കൂടെ പോയി പറഞ്ഞത് സഹോദര ബന്ധമാണ് ഉള്ളത്, സാഹോദര്യമാണ്, അല്ലാതെ അപ്പുറത്തോട്ട് വേറെയുള്ള ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ശരി, അവസാനം സഹോദരിയും കാണാനില്ല, സഹോദരനെയും കാണാനില്ല. അത് വന്നു കഴിഞ്ഞ് നാട്ടുകാർ മുഴുവൻ എല്ലായിടവും ഇളക്കി മറിച്ച് പരിശോധിക്കുകയാണ്. പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു 200 മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്ത് ഇവരുടെ 2 ഫോണുകളും, അതായത് ഈ പെൺകുട്ടിയുടെയും അതുപോലെ ഈ 42-കാരൻ്റെയും ഫോൺ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടു. അതിനടുത്തുനിന്ന് ഒരു കത്തിയും കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ കാണിച്ചതാണ്. പക്ഷേ ഇത്രത്തോളമായി ഈ മൃതദേഹങ്ങളിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വരേണ്ടതാണ്. കാരണം അതുപോലെ വരും. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ദുർഗന്ധം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ്. പക്ഷേ നാട്ടുകാരൊന്നും ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അവിടെ ഈ കോഴി ഫാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഒരു അസഹ്യമായ ദുർഗന്ധം അതിൽ നിന്ന് വരാറുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് ലയിച്ച് അങ്ങ് പോയതായിരിക്കാം ഒന്ന്. പിന്നെ അതല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ വലിയ വരൾച്ചയുള്ള ഒരു പ്രദേശമാണത്. ഭയങ്കര അസഹ്യമായ ചൂടാണ് അവിടെ. ആ ചൂട് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നിന്നങ്ങ് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ദുർഗന്ധത്തിൻ്റെ അളവ് വളരെ കുറയും. ഏതായാലും ഈ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഇവിടെ തന്നെയാണ് 2 പേരുടെ മൊബൈലും. അപ്പോൾ അന്നേരം തന്നെ പോലീസിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇവരിവിടെ ഏതോ ഭാഗത്തുണ്ടെന്ന്. പക്ഷെ നാട്ടുകാരും വീട്ടുകാരും ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെങ്ങും ഇല്ല, അവിടെ എങ്ങും കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ് വനത്തിലേക്ക് അന്വേഷണം നടത്തിയത്. ഏതായാലും ഇതിനടുത്ത് തന്നെ ഒരു മരത്തിൽ തൂങ്ങിയിരിക്കുന്നതായിട്ടാണ്, അടുത്തടുത്ത് തന്നെ തൂങ്ങിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഏതായാലും അത് കണ്ടെടുത്തു. ഇത് ഈ പെൺകുട്ടികൾക്കുമൊക്കെ ഉള്ള വഴിവിട്ട ബന്ധങ്ങൾ, അതായത് വെറും 15 വയസ്സേ ഉള്ളൂ പ്രായം. അതിന് ഏതാണ്ടൊരു കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് മുതലുള്ള ഇവർ തമ്മിലുള്ള ഇടപാടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു 13 വയസ്സ് മുതൽ ഇതിനെ ഉണ്ട്, ഇങ്ങനെ ഒരു ബന്ധപ്പാടുണ്ടെന്ന് നോക്കണം. ഈ വയസ്സ് പ്രായവ്യത്യാസം എൻ്റെ നോക്കിക്കോളൂ. അയാളൊരു 42-കാരൻ, ഈ കുട്ടി 15 വയസ്സുകാരി. എത്ര വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അയാളുടെ മോളാകാനുള്ള പ്രായമല്ലോ ഉള്ളൂ ഈ കുട്ടിക്ക്. ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വീട്ടുകാരൊന്നും സൃഷ്ടിച്ചു കൊടുക്കരുത്. അതാ വേണ്ടത്. ഈ പെൺകുട്ടികളെയൊക്കെ ഉണ്ടല്ലോ, അതിനെ വളർത്തിയെടുക്കേണ്ടതൊക്കെ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. ആവശ്യമില്ലാതെ വളരെ വെളിയിൽ നിന്നുള്ള എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ആ ബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും ഇട കൊടുക്കരുത്. ഇട കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാണ്, ബയോളജിക്കൽ നെസസിറ്റിയാണ് ഈ സെക്സ് എന്നൊക്കെ പറയുന്നത്. അത് വന്നുകൊണ്ടിരിക്കും, അപകടവുമാവും, ആ രീതിയിലേക്ക് പോകും. ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഈ കുട്ടികളൊക്കെ നശിച്ചു പോകാതിരിക്കട്ടെ.